Hi all, we will discuss the topic welding first type arc welding. We will arc welding. We welding process that metals join heat energy. Arc welding heat energy is arc, electric arc. That's why welding arc welding. Arc welding we define. Arc welding is a fusion welding process in which fusion is obtained by heat produced by an electric arc. Or electric arc in the Sahayatodu produce heat energy ഉപയോഗിച്ചിട്ടാണ് fusion welding arc welding ചെയ്യുന്നത്. Arc welding എന്ന് പറഞ്ഞാൽ എന്താണ്? Fusion welding ആണല്ലേ. Fusion എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെറ്റലിനെ ഹീറ്റ് ചെയ്തിട്ട് അതിനെ മോൾട്ടൺ സ്റ്റേജിലോട്ട് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യുന്നതാണ് നമ്മൾ ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫ്യൂഷൻ വെൽഡിംഗിന് എക്സാമ്പിൾ ആണ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമുക്കൊരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ വരുന്ന രണ്ട് ടേമുകളാണ് കാഥോഡും അതുപോലെ ആനോഡും. ഓക്കെ, ഈ കാഥോഡും ആനോഡും എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ടേഴ്സ് ആണ് അല്ലേ. കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കാഥോഡും അതുപോലെ തന്നെ ആനോഡ് എന്ന് പറയുന്നത്. അതുപോലെ ആനോഡിൻ്റെ ചാർജ് നിങ്ങൾക്കറിയാം. എന്താണ് ആനോഡിൻ്റെ ചാർജ്? പോസിറ്റീവ് ചാർജാണ് ആനോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാഥോഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ എപ്പോഴും കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് കാഥോഡ് ടു ആനോഡ് എന്നാണ്. കാഥോഡിൽ നിന്ന് ആനോഡിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരു കാഥോഡും ആനോഡിൻ്റെ ഇടയിൽ കറണ്ട് പാസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഈ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് ആനോഡിനെയും കാഥോഡിനെയും പരസ്പരം അടുത്ത് കൊണ്ടുവരികയാണ്. ഈ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവയ്ക്കിടയിൽ ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കാറുണ്ട്. ആ ഗ്യാപ്പിന് നമ്മൾ എയർ ഗ്യാപ്പ് എന്ന് പറയും. എയർ ഗ്യാപ്പ് സാധാരണയായിട്ട് 2 to 4 mm ആണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിനെ പരസ്പരം ഈ ഒരു ഗ്യാപ്പിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? പവർ സോഴ്സ് ഉപയോഗിച്ചിട്ട് കറണ്ട് പാസ് ചെയ്യാണ്. അപ്പോൾ ഈ കറണ്ട് കാരണം എന്ത്? അവിടെ അയണൈസേഷൻ നടക്കുന്നു. ഈ അയണൈസേഷൻ കാരണം എന്ത് ചെയ്യുന്നു? ഈ ഗ്യാപ്പിലൊരു ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹീറ്റ് എനർജിയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് എനർജീനെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. ഈ ഹീറ്റ് എനർജി കാരണം എന്ത് ചെയ്യുന്നു? അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. നിയർലി 6000 മുതൽ 7000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വെൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആർക്ക് കാരണം ഉണ്ടാകുന്ന ടെമ്പറേച്ചർ നിയർലി 6000 to 700 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അത് ആർക്കിൻ്റെ സെൻറ്റർ പോയിന്റിലാണ് പറയാറ്. നമ്മുടെ ആർക്കിന് ചുറ്റും സറൗണ്ടിങ് ഏകദേശം 3000 മുതൽ 4000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത്. അതുതന്നെ സെൻട്രൽ പോയിന്റ് വരുന്ന സമയത്ത് അത് 6000 മുതൽ 7000 ഡിഗ്രി സെൽഷ്യസ് വരെ വരാറുണ്ട്. അപ്പോൾ ഇത്രയും ടെമ്പറേച്ചർ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റൽ മോൾട്ടൺ സ്റ്റേജിലോട്ട് മാറുന്നു. ഇങ്ങനെ മോൾട്ടൺ സ്റ്റേജിലോട്ട് മാറിയിട്ടുള്ള മെറ്റൽ എന്ത് ചെയ്യുന്നു? ഒരു മോൾട്ടൺ പൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. മോൾട്ടൺ പൂൾ. ഈ മോൾട്ടൺ പൂൾ പിന്നെ സോൾഡിഫൈ ചെയ്തിട്ടാണ് നമ്മളുടെ റിക്വയർഡ് ജോയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണൊരു ആർക്ക് വെൽഡിങ്ങിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മളുടെ പോസിറ്റീവ് പോൾ, നമ്മളെന്താ പോസിറ്റീവ് പോളിന് ആനോഡ് എന്നാണ് പറഞ്ഞത്. ആനോഡിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി പറഞ്ഞാൽ ഏകദേശം 2/3 ആണ്. 2/3 ഹീറ്റ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് പോളിലും. അതുപോലെ തന്നെ നെഗറ്റീവ് പോളിൽ 1/3 ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മൾ
ആർക്ക് വെൽഡിങ്ങിൽ ഇലക്ട്രോഡ് ചൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് കാഥോഡും ആനോഡും തീരുമാനിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ വർക്ക് പീസിനെ ആനോഡായിട്ടും ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോഡിനെ ആനോഡായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റിയെടുക്കാറുണ്ട്. കാരണം നമ്മൾ റിക്വയർമെൻറ്റ്സിനും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് തീരുമാനിക്കുന്നത്. എന്താ പറഞ്ഞാൽ നമ്മൾ ആനോഡിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് 2/3 ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് പീസിൽ എന്ത് ചെയ്യണം, ഹൈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ വർക്ക് പീസിനെ എന്താക്കി എടുക്കും, ആനോഡാക്കി കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2/3 ഹീറ്റ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലോ മെൽറ്റിംഗ് പോയിന്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വർക്ക് പീസിനെ നെഗറ്റീവ് ടെർമിനലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമുക്ക് അവിടെ കുറഞ്ഞ എനർജി യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ അപ്ലിക്കേഷൻസിനും നമ്മളുടെ മെറ്റൽ ജോയിനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽസ് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആനോഡും കാഥോഡും മാറ്റി മാറ്റി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അത് ഈ ഒരു കാരണം കൊണ്ടാണ് 2/3 ഹീറ്റ് എപ്പോഴും പോസിറ്റീവ് പോളിലാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. നെഗറ്റീവ് പോളിൽ 1/3 ഹീറ്റ് എനർജിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ട് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് കാണാൻ സാധിക്കും. അവിടെ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്, ഒരു പവർ സോഴ്സ് ഉണ്ട് അല്ലേ, AC അല്ലെങ്കിൽ DC പവർ സപ്ലൈ. അതുപോലെ തന്നെ പവർ സപ്ലൈയിൽ നിന്ന് 2 കണക്ഷൻസ് ആണ് വരുന്നത്, അതായത് 2 കേബിൾസ് വരുന്നുണ്ട് അല്ലേ. ഈ 2 കേബിൾസും 2 കണ്ടക്ടേഴ്സിലോട്ടാണ് പോകുന്നത്, അതായത് കാഥോഡിലോട്ടും അതുപോലെ തന്നെ ആനോഡിലോട്ടും. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ആനോഡും കാഥോഡും നമ്മളുടെ അപ്ലിക്കേഷൻസിനനുസരിച്ചും നമ്മൾ വെൽഡ് ചെയ്യാൻ പോകുന്ന മെറ്റലിനനുസരിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആനോഡും അതുപോലെ തന്നെ കാഥോഡിലോട്ട് 2 കേബിൾസ് പവർ സപ്ലൈയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ഇലക്ട്രോഡ് ഹോൾഡറിലോട്ടും അതുപോലെ തന്നെ മറ്റൊരു കണക്ഷൻ പോകുന്നത് നമ്മുടെ വർക്ക് പീസ് ഹോൾഡറിലോട്ടും അല്ലെങ്കിൽ വർക്ക് പീസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ദെൻ ഇലക്ട്രോഡ് ഹോൾഡറിൻ്റെ എൻഡ് പോയിന്റിൽ എന്തുണ്ട്, ഇലക്ട്രോഡ് ഉണ്ട്. ഈ ഇലക്ട്രോഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ കറണ്ട് പാസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എയർ ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നത്, ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അവിടെ നമുക്ക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ ആർക്ക് കാരണം എന്ത് ചെയ്യുന്നു, നമ്മൾ ജോയിൻ ചെയ്യേണ്ട മെറ്റലിൻ്റെ അവിടെ ഒരു മോൾട്ടൻ മെറ്റൽ പൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ പൂളാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, സോളിഡിഫൈ ചെയ്ത് മെറ്റൽ ജോയിനിങ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഇനിയോട് നമുക്ക് സ്ലാഗ് എന്നുള്ളൊരു വേർഡ് കാണാൻ സാധിക്കും. സ്ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ മോൾട്ടൻ മെറ്റൽ സോളിഡിഫൈ ചെയ്തതിനു ശേഷം നമ്മളുടെ ഓക്സൈഡ്സും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലെക്സ് ആയിട്ട് റിയാക്ട് ചെയ്ത് അതുണ്ടാകുന്ന ഫൈനൽ പ്രൊഡക്റ്റിനാണ് നമ്മൾ സ്ലാഗ് എന്ന് പറയുന്നത്. ഈ സ്ലാഗ് നമ്മൾ ലാസ്റ്റ് ചിപ്പ് ഹാമർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്തിട്ടാണ് കളയാറ്. ആണ് സ്ലാഗ് എന്ന് പറയുന്ന ടൈപ്പ്. അപ്പോൾ ഇതാണ് സെറ്റപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിലാണ് ഷീൽഡ് ഗ്യാസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഷീൽഡ് ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ ആർക്കിനെ സറൗണ്ടിങ്സുമായിട്ട് വേർതിരിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. ഓക്കെ, ഈ പ്രൊട്ടക്റ്റീവ് ലെയർ കാരണം നമ്മൾ ആർക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ സറൗണ്ടിങ് ഓക്സിജനും അല്ലെങ്കിൽ നൈട്രജനും ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓക്സൈഡ്സും കാര്യങ്ങളൊന്നും ഫോം ചെയ്യുന്നില്ല. ഇത് നമ്മളുടെ ജോയിനിങ് പ്രോസസ്സിന് എന്ത് ചെയ്യുന്നു, ജോയിനിങ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസിനെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഷീൽഡ് ഗ്യാസ് എന്നുള്ള പ്രൊട്ടക്റ്റീവ് ലെയർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഷീൽഡ് ഗ്യാസ് നമ്മൾ നോർമലി കൊടുക്കുന്നത് എന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ അതുപോലെ നൈട്രജനുമായിട്ട് നമ്മളുടെ ഈ ആർക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഓക്സൈഡ്സ് ഫോം ചെയ്യും. ഈ ഓക്സൈഡ്സ് എന്ത് ചെയ്യും, നമ്മളുടെ വെൽഡ് ജോയിനിങ്ങിനെ എന്ത് ചെയ്യും, വീക്കാക്കും. അതുപോലെ തന്നെ പോറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും അത് കാരണമാവും. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും, നമ്മളുടെ ജോയിനിങ്ങിനെ അത് ബ്രിട്ടിലാക്കിയിട്ട് മാറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷീൽഡ് ഗ്യാസിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെവൽ നമ്മൾ നോർമലി ആർക്ക് വെൽഡിങ്ങിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ആർക്ക് വെൽഡിങ്ങിൻ്റെ സെറ്റപ്പ്. ഓക്കെ, അടുത്ത നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ആർക്ക് വെൽഡിങ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ അത് എന്ത് ചെയ്യാം, അത് സ്ലൈഡായിട്ട് കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, അത് എഴുതിയെടുക്കാം. വീഡിയോ പോസ് ചെയ്തിട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അത് എഴുതിയെടുക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എ സ്യൂട്ടബിൾ ഗ്യാപ്പ് ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ ദ വർക്ക് ആൻഡ് ഇലക്ട്രോഡ്. ഇലക്ട്രോഡിനും വർക്ക് പീസിനും ഇടയിൽ ഒരു സ്യൂട്ടബിൾ ഗ്യാപ്പ് നമ്മൾ പറഞ്ഞ 2 to 4 mm ആണ് നോർമലി നമ്മൾ കൊടുക്കാറ്. ഈ ഗ്യാപ്പ് കൊടുക്കുന്നത് എന്ത് ചെയ്യണം, നമുക്ക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ ഹൈ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ സർക്യൂട്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൈ കറണ്ട് പാസ് ചെയ്യുന്നു. ഈ ഹൈ കറണ്ട് കാരണം നമ്മൾ ഇലക്ട്രോഡിലൂടെ എന്ത് ചെയ്യുന്നു, അയോണൈസേഷൻ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി പ്രൊഡ്യൂസിങ് എ ടെമ്പറേച്ചർ ഓഫ് 3000 to 4000 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഇലക്ട്രിക് എനർജി എന്ത് ചെയ്യുന്നു, ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, 3000 മുതൽ 4000 ഡിഗ്രി സെൽഷ്യസ് വരെ വരുന്നു.
Then the heat melt the edges to be welded and molten pole is formed. അപ്പോൾ ഈ ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു, നമുക്ക് വെൽഡ് ചെയ്യേണ്ട മെറ്റലിൻ്റെ എഡ്ജസിന് എന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു മോൾട്ടൻ പോൾ ക്രിയേറ്റ് ചെയ്യുന്നു. Then on solidification the weld joint is obtained. ഈ മെറ്റൽ മോൾട്ടൻ പോൾ എന്ത് ചെയ്യുന്നു, സോളിഡിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എത്രയാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ എക്യുപ്മെൻസിന് ആർക്ക് വെൽഡിങ്ങിൽ വരുന്ന എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് എക്യുപ്മെൻ്റ് എന്താണ്, പവർ സോഴ്സ് ആണ് അല്ലേ. പവർ സോഴ്സ് എത്ര ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു, 2 ടൈപ്പ് ഉണ്ട്. AC ഉണ്ട്, അതുപോലെ DC ഉണ്ട്. AC പവർ സോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ട്രാൻസ്ഫോമറുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ AC കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ. അതുപോലെ തന്നെ AC കറണ്ടിൻ്റെ പ്രത്യേകത എന്താണ്, കറണ്ട് ഇവിടെ എന്താണ്, കണ്ടിന്യൂസ്ലി റിവേഴ്സിങ് ആണ് അല്ലേ. കണ്ടിന്യൂസ്ലി റിവേഴ്സിങ് കറണ്ട്. AC യുടെ പ്രത്യേകതയാണ്. ഇവിടെ കറണ്ട് എന്താവും, കണ്ടിന്യൂസ്ലി റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഹാഫിൽ പോസിറ്റീവ് ആവുന്ന സമയത്ത് അതർ ഹാഫിൽ എന്താവും, നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ DC ആണ്. ഓക്കെ, DC സപ്ലൈ ആവുന്ന സമയത്ത് നമ്മൾ അത് ജനറേറ്റർ അല്ലെങ്കിൽ അവിടെ റെക്ടിഫയർ ആണ് ഉപയോഗിക്കുക. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, AC-യെ DC ആക്കി മാറ്റാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. ഇത്തരം റെക്ടിഫയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ DC പവർ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാറ്. ഓക്കെ, DC-യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, AC-യിൽ പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി റിവേഴ്സിങ് കറണ്ട് അല്ല. DC-യിൽ പോസിറ്റീവ് പോളായിട്ടും നെഗറ്റീവ് പോളുമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊളാരിറ്റിക്ക്, അതായത് പോസിറ്റീവ് ചാർജിന് നെഗറ്റീവ് ചാർജിന് എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താണ്, പോസിറ്റീവ് പോളിലാണ് നമ്മൾ 2/3 എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ നെഗറ്റീവ് സൈഡിലാണ് നമ്മൾ 1/3 എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ത് എനർജി, ഹീറ്റ് എനർജി. അപ്പോൾ ഈ പൊളാരിറ്റിയിൽ DC-യിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് in a circuit. ഒരു സർക്യൂട്ടിലുള്ള ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊളാരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ എന്താണ്, പോസിറ്റീവ് പോളിൽ 2/3 ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2/3 ഹീറ്റ് എനർജി. ദെൻ നെഗറ്റീവ് പോളാണ് സമയത്തോ, നെഗറ്റീവ് പോളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1/3 ഹീറ്റ് എനർജി മാത്രമാണ്. 1/3 ഹീറ്റ് എനർജി. ഓക്കെ, പോസിറ്റീവ് പോളിൽ 2/3 ഹീറ്റ് എനർജിയും അതുപോലെ നെഗറ്റീവ് പോളിൽ 1/3 ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊളാരിറ്റിക്ക് അനുസരിച്ച് നമ്മൾ DC സപ്ലൈനെ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ഡയറക്റ്റ് കറണ്ട് സ്ട്രേറ്റ് പൊളാരിറ്റി, DCSP എന്ന് പറയും. ഇതാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് എന്നും പറയാറുണ്ട്. ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. കാരണം എന്താണ്, ഇവിടെ ഇലക്ട്രോഡ് നെഗറ്റീവ് പോളിലോട്ടും വർക്ക് പീസ് പോസിറ്റീവ് പോളിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഡയഗ്രത്തിൽ എന്താണ്, നമ്മളെ പവർ സോഴ്സ് എന്നുള്ള പോസിറ്റീവ് കണക്ഷൻ എങ്ങോട്ടാണ് പോയിട്ടുള്ളത്, വർക്ക് പീസിലോട്ടും. നെഗറ്റീവ് കണക്ഷൻ എങ്ങോട്ടാണ് പോയിട്ടുള്ളത്, നമ്മുടെ ഇലക്ട്രോഡിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. ഡയറക്റ്റ് കറണ്ട് സ്ട്രേറ്റ് പൊളാരിറ്റി. ഓക്കെ, അതിന് പറയുന്ന മറ്റൊരു പേര് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എന്താണ്, വർക്ക് പീസ്
എന്താണ് പോസിറ്റീവ് പോളാണ് അല്ലേ. ദെൻ ഇലക്ട്രോഡോ, ഇലക്ട്രോഡ് നെഗറ്റീവ് പോളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് പീസ് പോസിറ്റീവ് പോൾ ആവുന്നതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് പറയുന്നത് എന്താണ്, നമുക്ക് തിക്കറായിട്ടുള്ള സെക്ഷൻസ് വെൽഡ് ചെയ്യണമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ജോയിൻ ചെയ്യണം. അപ്പം അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് മെറ്റൽസ് അല്ലെങ്കിൽ വർക്ക് പീസിലാണ് ഹൈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക, ഡയറക്റ്റ് കറണ്ട് സ്ട്രേറ്റ് പൊളാരിറ്റിയാണ് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്നതിനുള്ള മെച്ചം ഹൈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവയെ മോൾട്ടൺ സ്റ്റേജിലോട്ട് മാറ്റാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് കറണ്ട് സ്ട്രേറ്റ് പൊളാരിറ്റീൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്തൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാം. ഹീറ്റ് എഫക്റ്റഡ് സോൺ, ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്താണ് കൂടുതലാണ് അല്ലേ. ഹീറ്റ് എഫക്റ്റഡ് സോൺ ഈസ് മോർ. കാരണം എന്താണ്, ഹൈ ഹീറ്റ് എനർജി എവിടെയാണ് വരുന്നത്, വർക്ക് പീസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് എന്താണ് വളരെ കൂടുതലാണ്. ഇനി പെനിട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത് എവിടെ, ഡയറക്റ്റ് കറണ്ട് സ്ട്രേറ്റ് പൊളാരിറ്റിയിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. പെനിട്രേഷൻ ഈസ് മോർ. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറഞ്ഞു ഇലക്ട്രോഡിന്റെ ഭാഗം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡ് എന്താണ് നെഗറ്റീവ് പോളാണ് അല്ലേ. നെഗറ്റീവ് പോളാണ് സമയത്ത് എന്താണ് അവിടെ വരുന്ന ഹീറ്റ് എനർജി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വെൽഡിങ്ങിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വെൽഡിങ് സ്പീഡ് എന്തായിരിക്കും, കുറവായിരിക്കും. വെൽഡിങ് സ്പീഡ് ഈസ് ലെസ്. കാരണം എന്താണ്, ലെസ് ഹീറ്റ് എനർജിയാണ് നമ്മൾ ഇലക്ട്രോഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെൽഡിങ്ങിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. വെൽഡിങ് സ്പീഡ് കുറവാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രോഡിന്റെ കൺസപ്ഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. ഇലക്ട്രോഡ് കൺസപ്ഷൻ ഈസ് ലെസ്. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ ഡിസ്റ്റോർഷൻ ടെൻഡൻസി, അതായത് ബെൻഡ് ചെയ്തു പോകാനുള്ള ടെൻഡൻസി എന്താണ്, വളരെ കുറവാണ്. ഡിസ്റ്റോർഷൻ ഈസ് ലെസ്. കാരണം എന്താണ്, നമ്മളുടെ വർക്ക് പീസിലോട്ട് എന്താണ് ഹയർ ഹീറ്റ് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ബെൻഡ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി എന്താണ്, വളരെ കുറവാണ്. അപ്പോൾ ഇത്രയാണ് ഡയറക്റ്റ് കറണ്ട് സ്ട്രേറ്റ് പൊളാരിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, പോയിന്റ്സ് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പാണ് ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി, അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്. ഇവിടെ നമ്മുടെ ചിത്രത്തിൽ കാണാൻ സാധിക്കും എന്താണ്, വർക്ക് പീസ് നെഗറ്റീവ് പോളിലോട്ടും അതുപോലെ തന്നെ ഇലക്ട്രോഡ് എന്താണ് പോസിറ്റീവ് പോളിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വർക്ക് പീസ് എന്താണ് വർക്കിലോട്ട് വരുന്നത് നെഗറ്റീവ് പോളും അതുപോലെ തന്നെ ഇലക്ട്രോഡ് വരുന്നത് എന്താണ് പോസിറ്റീവ് പോളിലുമാണ്. അപ്പോൾ ഇവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും കൂടുതൽ, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡിലായിരിക്കും കൂടുതൽ. കാരണം എന്താണ്, ഇലക്ട്രോഡാണ് പോസിറ്റീവ്. അപ്പോൾ 2/3 ഹീറ്റ് എനർജി എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രോഡിലും 1/3 എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളുടെ വർക്ക് പീസിലുമാണ്. ഓക്കെ, ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റിയിൽ വർക്ക് പീസ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്താണ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഹീറ്റ് എഫക്റ്റഡ് സോൺ വർക്ക് പീസിനെ സംബന്ധിച്ചിടത്തോളം ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്താണ് കുറവാണ്. ഹീറ്റ് എഫക്റ്റഡ് സോൺ ഈസ് ലെസ്. ദെൻ നമ്മൾ അവിടെ പറഞ്ഞു തിക്കർ സെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് കറണ്ട് സ്ട്രേറ്റ് പൊളാരിറ്റി നമ്മൾ ഉപയോഗിക്കാറെന്ന് പറഞ്ഞു. ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി നമ്മൾ തിന്നർ സെക്ഷൻ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. തിന്നർ സെക്ഷനിൽ തന്നെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് പറയുകയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ഓട്ടോമൊബൈൽ ബോഡീസൊക്കെ നമ്മൾ ജോയിൻ ചെയ്യാൻ ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റിയാണ് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽസ് വെൽഡ് ചെയ്യാനും റിവേഴ്സ് പൊളാരിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. നോൺ ഫെറസ് മെറ്റൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുക ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റിയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വർക്ക് പീസിൽ
ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. 2/3 എനർജി എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്താണ് വളരെ കുറവാണ്. പിന്നെ തിന്നർ സെക്ഷൻ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവേഴ്സ് പൊളാരിറ്റി ഉപയോഗിക്കുക. പിന്നെ എക്സാമ്പിളായിട്ട് നമ്മൾ ഓട്ടോമൊബൈൽ ബോഡീസൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽസും വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റിയാണ് ഉപയോഗിക്കാറ്. നമ്മളുടെ പോസിറ്റീവ് പോള് പോസിറ്റീവ് പോള് 2/3 ഹീറ്റ് എനർജിയും നെഗറ്റീവ് പോൾ എന്താണ് 1/3 ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ അനുസരിച്ചും നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ ഏത് DC പൊളാരിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് എക്യുപ്മെൻറ്റ്സ് ഏതാണ് നമ്മൾ നോക്കാം. സെക്കൻഡ് എക്യുപ്മെൻ്റ് ആണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈപ്പാണ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. സെക്കൻഡ് വണ് നോൺ കൺസ്യൂമബിൾ. അപ്പോൾ നമ്മൾ ആദ്യം കൺസ്യൂമബിളിനെ കുറിച്ച് പറയാം. കൺസ്യൂമബിൾ പേരിലെന്താണ്? കൺസ്യൂം ചെയ്യുന്നു. അതായത് നമ്മൾ വെൽഡിങ്ങിൻ്റെ സമയത്ത് ഈ ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ മെറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? വെൽഡ് ചെയ്ത് അതിനൊപ്പം ഉരുകി ചേരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വെൽഡിങ്ങിൽ ഫില്ലർ മെറ്റീരിയൽ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. ഈ ഫില്ലർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അവിടെ ആർക്ക് വെൽഡിംഗ് മെഷീനിൽ നമ്മൾ പറയാൻ വിട്ടുപോയതാണ് എക്യുപ്മെൻറ്റ്സിൽ പറഞ്ഞത്. ഒരു ഫില്ലർ റോഡ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫില്ലർ റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെൽഡിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ നമുക്ക് വെൽഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫില്ലർ റോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഫില്ലർ റോഡ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? ഫില്ലർ റോഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഇലക്ട്രോഡ് തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ നമ്മൾ വെൽഡിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോഡും കൺസ്യൂം ചെയ്യുന്നു. അതുകൊണ്ടാണ് കൺസ്യൂമബിൾ. ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡിൽ തന്നെ രണ്ട് ടൈപ്പ് വരാറുണ്ട്. ഒന്ന് ബെയർ ഇലക്ട്രോഡ്, ബെയർ ഇലക്ട്രോഡ് അല്ലെങ്കിൽ നോൺ കോട്ടഡ് ഇലക്ട്രോഡ്. അപ്പോൾ സെക്കൻഡ് വൺ എന്തായിരിക്കും? കോട്ടഡ് ഇലക്ട്രോഡ്. ബെയർ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു വയർ അല്ലെങ്കിൽ ഒരു കോറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോറിന് മുകളിൽ യാതൊരുവിധ കോട്ടിങ്ങോ കാര്യങ്ങളോ നമ്മൾ കൊടുക്കുന്നില്ല. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വയർ പീസ് അല്ലെങ്കിൽ ഒരു കോറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെയർ ഇലക്ട്രോഡ് അല്ലെങ്കിൽ നോൺ കോട്ടഡ് ഇലക്ട്രോഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് വെൽഡിങ്ങിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ വെൽഡ് സ്ട്രെങ്ത് ഇമ്പോർട്ടൻസ് അല്ലാതെ വരുന്ന കേസുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെയർ ഇലക്ട്രോഡ് യൂസ് ചെയ്യാറ്. ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെന്താണ്? ബെയർ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് കോട്ടിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ഈ കോട്ടിംഗ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഷീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ഇലക്ട്രോഡിനെ ഫ്ലെക്സ് ഉപയോഗിച്ച് കോട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫ്ലെക്സ് ഉപയോഗിച്ച് കോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യാണ്. ഈ പ്രൊട്ടക്റ്റീവ് ലെയർ കാരണം നമ്മൾ ആർക്ക് എന്ത് ചെയ്യുന്നില്ല? സറൗണ്ടിങ്ങുമായിട്ട് കോൺടാക്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സറൗണ്ട്സിലുള്ള അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും നൈട്രജനും ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? റിയാക്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ഓക്സൈഡ്സ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഓക്സൈഡ്സ് എന്ത് ചെയ്യാം? നമ്മളുടെ വെൽഡിങ്ങിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് വന്ന് അടിഞ്ഞുകൂടാം. ഇത് നമ്മളുടെ വെൽഡിൻ്റെ സ്ട്രെങ്ത് കുറയാനും അതുപോലെ തന്നെ പോറുകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ബ്രിട്ടിൽ ജോയിൻ്റ് ആയിട്ട് മാറാനും കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെയർ ഇലക്ട്രോഡ് നമ്മൾ എന്താണ്? നമ്മളുടെ വെൽഡിങ്ങിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് അല്ലാതെ വരുന്ന കേസുകളിലാണ് നമ്മൾ നോർമലി ബെയർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. ഇനി ബെയർ ഇലക്ട്രോഡിന് നമ്മൾ ഡയറക്റ്റ് കറണ്ട് സ്ട്രേറ്റ് പൊളാരിറ്റിയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. അതായത് ഹൈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ വർക്ക് പീസിലാണ്. ഇനി അടുത്ത ടൈപ്പാണ് എന്ത്? കോട്ടഡ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബെയർ ഇലക്ട്രോഡ് നമ്മൾ പറഞ്ഞാൽ എന്താണ്? കോട്ടിംഗ് കൊടുക്കാത്തതാണ്. അപ്പോൾ കോട്ടഡ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളൊരു കോട്ടിംഗ് അതിൽ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഇലക്ട്രോഡിൽ. എന്തിനാണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോഡിനെ ഫ്ലെക്സ് ഉപയോഗിച്ച് കോട്ട് ചെയ്യാണ് കോട്ടഡ് ഇലക്ട്രോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആർക്ക് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നമ്മളുടെ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള കോണ്ടാക്റ്റ് അത് ഒഴിവാക്കുന്നു. തൽഫലമായി ഹൈ സ്ട്രെങ്ത് ഉള്ള വെൽഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മൾ കോട്ടഡ് ഇലക്ട്രോഡ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നോൺ കൺസ്യൂമബിൾ. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിലുണ്ട്, കൺസ്യൂം ചെയ്യുന്നില്ല. അതായത് നമ്മൾ ആർക്ക് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നില്ല? കൺസ്യൂം ചെയ്യുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫില്ലർ മെറ്റീരിയലായിട്ട് വേറൊരു എക്സ്ട്രാ മെറ്റൽ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്.
കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റൽ വെൽഡ് ചെയ്യേണ്ട മെറ്റൽ എന്താണോ അതിൻ്റെ അതേ കോമ്പോസിഷനുള്ള മെറ്റലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എടുക്കുന്നത്. കാരണം എന്താണ് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുന്ന സമയത്ത് മെറ്റൽ എടുക്കുന്ന സമയത്ത് തന്നെ എന്താണ് ഇലക്ട്രോഡ് ഉരുക്കണം അല്ലേ. അപ്പോൾ സെയിം മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റലാണ് നമ്മൾ ഉപയോഗിച്ചാൽ അത് സാധ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെ മെറ്റലിൻ്റെ കോമ്പോസിഷന് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വർക്ക് പീസാണ് ഇലക്ട്രോഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. ദെൻ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നില്ല. അതായത് ഇവിടെ ഫില്ലർ മെറ്റീരിയൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നു. അതായത് നമ്മുടെ വെൽഡിൻ്റെ സ്ട്രെങ്ത്തും നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നു ഫില്ലർ മെറ്റീരിയൽ നമ്മൾ തീരുമാനിക്കുന്നു. ഈ ഫില്ലർ മെറ്റീരിയലാണ് നമ്മൾ വെൽഡിൻ്റെ കൂടെ അവിടെ എന്ത് ചെയ്യുന്നു ഒരുക്കി പോകുന്നത്. ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നു അവിടെ എങ്ങനെയാണോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളത് അതേപോലെ എന്ത് ചെയ്യുന്നു റിമെയിൻ ചെയ്യുന്നു. ഇതിന് എക്സാമ്പിളാണ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്ങും അതുപോലെ തന്നെ കാർബൺ ആർക്ക് വെൽഡിങ്. ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ടങ്സ്റ്റൺ ആണ് ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കാർബൺ ആർക്ക് വെൽഡിങ്ങിൽ കാർബൺ ആണ് നമ്മൾ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത്. ഇവ രണ്ടും എന്ത് ചെയ്യുന്നില്ല കൺസ്യൂം ചെയ്യുന്നില്ല. നമ്മൾ സെപ്പറേറ്റ് ഫില്ലർ മെറ്റീരിയലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുകയും ചെയ്യാം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് സെപ്പറേറ്റ് ആയിട്ട് ഫില്ലർ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇലക്ട്രോഡ് കോട്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോഡ് കോട്ടിങ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് ഫങ്ഷൻസ് ഓഫ് കോട്ടിങ്. അപ്പോൾ നമ്മളിനി ഫങ്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ് ആർക്ക് സ്റ്റെബിലിറ്റി ബൈ പ്രൊവൈഡിങ് സർട്ടൻ കെമിക്കൽസ് വിച്ച് ഹാവ് ദ എബിലിറ്റി ബൈ അയോണൈസിങ് ദ പാത്ത് ഓഫ് ആർക്ക്. നമ്മളെ ആർക്കിൻ്റെ അയണൈസേഷൻ പാത്തിനെ സ്റ്റേബിളായിട്ട് നിലനിർത്താൻ എന്ത് ചെയ്യുന്നു നമ്മുടെ ഫ്ലെക്സ് കോട്ടിങ് നമ്മളെ സഹായിക്കുന്നു. Then provide protective gaseous atmosphere to prevent oxygen, hydrogen, nitrogen pickup by the molten metal. അപ്പോൾ നമ്മുടെ മോൾട്ടൺ മെറ്റൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെയും നൈട്രജനെയും അതുപോലെ തന്നെ ഹൈഡ്രജനെയും ഒക്കെ അട്രാക്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പിക്കപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യുന്നു ഇത് ഒഴിവാക്കുന്നു ബൈ എ പ്രൊട്ടക്റ്റീവ് ഗേഷ്യസ് അറ്റ്മോസ്ഫിയർ. പ്രൊവൈഡ് എ പ്രൊട്ടക്റ്റീവ് സ്ലാഗ് ഓവർ ഹോട്ട് മെറ്റൽ. അപ്പോൾ നമ്മൾ എക്യുപ്മെൻസിൻ്റെ സെറ്റപ്പ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ മോൾട്ടൺ പൂൾ അവിടെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഫ്ലെക്സ് സ്ലാഗായിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്ലാഗായിട്ട് മാറുന്നതുകൊണ്ട് എന്താണ് നമ്മളുടെ ഒരു പ്രൊട്ടക്റ്റീവ് സ്ലാഗ് ഫോർമേഷൻ ഈ ഫ്ലെക്സ് കോട്ടിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ ഹെൽപ്പ് ടു റിമൂവ് ഓക്സൈഡ്സ് ആൻഡ് ഇംപ്യൂരിറ്റീസ് ഫ്രം ദ മോൾട്ടൺ വെൽഡ് മെറ്റൽ. അപ്പോൾ നമ്മളുടെ വെൽഡ് ചെയ്തിട്ടുള്ള പോർഷനിൽ നിന്ന് ഓക്സൈഡ്സും അതുപോലെ തന്നെ ഇംപ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഫ്ലെക്സ് കോട്ടിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്താണ് സ്ലാഗായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ സ്ലാഗായിട്ട് മാറുന്ന സമയത്ത് ഓക്സൈഡ്സ് ഇംപ്യൂരിറ്റീസൊക്കെയാണ് സ്ലാഗായിട്ട് പോകുന്നത്. ദെൻ റെഡ്യൂസ് പാറ്റർ ഓഫ് വെൽഡ് മെറ്റൽ. അതായത് വെൽഡ് ചിന്നിച്ചെതിരി പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഫ്ലെക്സ് കോട്ടിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ആക്ട് ആസ് ഡി ഓക്സിഡൈസർ. നമ്മൾ പറഞ്ഞു ഓക്സൈഡ്സ് ആയിട്ട് മാറാനുള്ള ടെൻഡൻസി അവിടെ കുറയുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡി ഓക്സിഡൈസർ ആയിട്ടാണ് ഫ്ലെക്സ് കോട്ടിങ്ങിനെ കണക്കാക്കുന്നത്. ആഡ് അലോയിങ് എലമെൻറ്റ്സ്. നമുക്ക് എന്തെങ്കിലും എലമെൻറ്റ്സ് അഡീഷണൽ ആയിട്ട് നമ്മുടെ വെൽഡിൻ്റെ സ്ട്രെങ്ത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടീസിൽ നമുക്ക് ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ അത്തരം മെറ്റൽസിനെ നമ്മൾ ഫ്ലെക്സിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അലോയിങ് എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇൻക്രീസ് ഡെപ്പോസിഷൻ എഫിഷ്യൻസി. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്റ്റേബിളായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ എഫിഷ്യൻസി ഡെപ്പോസിഷൻ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ലോ ഡൗൺ ദി കൂളിംഗ് റേറ്റ്. അതായത് സോളിഡിഫിക്കേഷൻ്റെ റേറ്റിനെ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഫ്ലെക്സ് കോട്ടിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലെക്സ് കോട്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർക്ക് വെൽഡിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും ആർക്ക് വെൽഡിങ് പ്രോസസ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.